നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബി.ജെ.പി. യുവനേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. നാടകീയമായി കെ.പി.സി.സി. ഭാരവാഹികളുടെ വാർത്താ സമ്മേളന വേദിയിലെത്തിയ സന്ദീപ് വാര്യരെ കെ. സുധാകരൻ ഷോളണീച്ച് വരവേറ്റു. വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് പുറത്തുവന്നതിൽ സന്തോഷമുണ്ടെന്ന് സന്ദീപ് വാര്യർ. കോൺഗ്രസിന്റെ ആശയം ഇന്ത്യയുടെ ആശയം. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ പരിഹസിച്ച് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്നും സ്നേഹത്തിന്റെ കടയിൽ വലിയ വലിയ കസേരകൾ ലഭിക്കുമാറാകട്ടെ എന്നും ആക്ഷേപം. വടക്കാഞ്ചേരി എങ്കക്കാട് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ 48 മണിക്കൂറിനകം പ്രതികൾ പിടിയിൽ. പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 3 പേർ. CCTV ദൃശ്യങ്ങളോ മറ്റ് തെളിവുകളോ ഇല്ലാതിരുന്ന കേസിൽ പ്രതികൾ പിടിയിലായത് വടക്കാഞ്ചേരി പോലീസ് പ്രാദേശികമായി നടത്തിയ തന്ത്രപരമായ അന്വേഷണത്തിൽ. മെഡിസപ്പ് അപാകതകൾ പരിഹരിക്കണമെന്ന് പെൻഷനേഴ്സ് അസോസിയേഷൻ. പെൻഷൻ കമ്മീഷനെ ഉടൻ നിയമിക്കണം. KSSPയെ കോങ്ങാട് നിയോജകമണ്ഡലം സമ്മേളനം മണ്ണൂരിൽ. ഷൊർണൂർ മേഖലയിൽ ഭാരതപ്പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞു. വൃശ്ചികമെത്തിയപ്പോഴേക്കും പുഴ വറ്റി തുടങ്ങിയതോടെ വരും നാളുകളിൽ ജലവിതരണ പദ്ധതികളുടെ പ്രവർത്തനം അവതാളത്തിലാകുമെന്ന് ആശങ്ക. ഷൊർണൂർ ചെറുതുരുത്തി തടയണയുടെ ഷട്ടറുകൾ അടച്ചിടണമെന്ന് വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയിറങ്ങി. അഗ്രഹാര വീഥികളിൽ ദേവരഥ സംഗമത്തിന്റെ പുണ്യം നുകരാനെത്തിയത് 10,000-ങ്ങൾ. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലും മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലും ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിലും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും ആചാരപ്രകാരം ധ്വജാവരോഹണം നടത്തി. വാർത്തകൾ വിശദമായി. ബി.ജെ.പി. യുവനേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. ബി.ജെ.പി. നേതൃത്വത്തോടിടഞ്ഞാണ് സന്ദീപിന്റെ പാർട്ടി മാറ്റം. പാലക്കാട്ടെ കെ.പി.സി.സി. വാർത്താ സമ്മേളനത്തിനിടെ മുദ്രാവാക്യം വിളികളോടെ നാടകീയമായി സന്ദീപ് വാര്യർ വേദിയിൽ എത്തുകയായിരുന്നു. ബി.ജെ.പി. ബന്ധം അവസാനിപ്പിച്ചെത്തിയ സന്ദീപ് വാര്യർക്ക് ഉജ്ജ്വല സ്വീകരണമാണ് കോൺഗ്രസ് നൽകിയത്. കെ.പി.സി.സി. വാർത്താ സമ്മേളനത്തിലേക്ക് എത്തിയ സന്ദീപ് വാര്യരെ കെ. സുധാകരനും വി.ഡി. സതീശനും ഷോളണീച്ച് സ്വീകരിച്ചു. കോൺഗ്രസിന്റെ പ്രാധാന്യം സന്ദീപിന്റെ വരവിലൂടെ കൂടിയെന്ന് കെ. സുധാകരൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ എന്ന അഭിസംബോധനയോടെയാണ് സന്ദീപിനെ സുധാകരൻ സ്വീകരിച്ചത്. സന്ദീപ് വെറുപ്പിന്റെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് കടന്നുവരുന്നതായി വി.ഡി. സതീശനും വ്യക്തമാക്കി. CPM-ലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ CPI-യുമായി സന്ദീപ് ചർച്ച നടത്തിയെന്നും നേരത്തെ സൂചനയുണ്ടായിരുന്നു. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി കോൺഗ്രസ് ക്യാമ്പിലേക്ക് ചേക്കേറുന്നത്. ബി.ജെ.പിയുമായി മാനസികമായി അകന്ന സന്ദീപ് വാര്യർ തിരിച്ചുവരാൻ സാധ്യത കുറവാണെന്ന നിഗമനത്തിലായിരുന്നു ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. RSS നേതാവ് ജയകുമാറിന്റെ അനുനയവും ഫലം കണ്ടില്ല. പ്രശ്നങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്നും പാർട്ടിയിൽ സജീവമാകാനും സന്ദീപിനോട് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. സന്ദീപ് അച്ചടക്ക ലംഘനത്തിന്റെ പരിധി വിട്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് പുറത്തുവന്നതിൽ സന്തോഷമുണ്ടെന്ന് സന്ദീപ് വാര്യർ. വെറുപ്പിന്റെ ഫാക്ടറിയിൽ സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചതാണ് തനിക്ക് പറ്റിയ തെറ്റ്. കെ. സുരേന്ദ്രനാണ് താൻ കോൺഗ്രസിൽ എത്തിയതിന്റെ പ്രധാന ഉത്തരവാദിയെന്നും കോൺഗ്രസ് അംഗത്വം എടുത്ത ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞു. കോൺഗ്രസിന്റെ ആശയം ഇന്ത്യയുടെ ആശയമാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചതാണ് തെറ്റ്. സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുന്നു. വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ടതിന്റെ ആഹ്ലാദത്തിലാണ് താനെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പോൾ എന്നെ പേറുന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു താങ്ങൽ നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനയിൽ നിന്ന് പ്രതീക്ഷിക്കും. എല്ലാ ദിവസവും വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി നിലകൊള്ളുന്ന ഒരു സ്ഥലത്തു നിന്നും ഏറെക്കാലം സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചതാണ് താൻ ചെയ്ത തെറ്റ്. ഒരു സംഘടനയിൽപ്പെട്ട സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ, സ്നേഹം, കരുതൽ എന്നിവ ലഭിക്കാതെ ഒരു സിസ്റ്റത്തിൽപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു ഇതുവരെ. ജനാധിപത്യത്തിന് തെല്ലും വില കൽപ്പിക്കാത്ത ഒരു സംവിധാനത്തിൽ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു. സ്വന്തം അഭിപ്രായം പറയാനോ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാനോ
നിലപാട് വ്യക്തമാക്കാനോ സ്വാതന്ത്ര്യമില്ലാത്ത സംവിധാനമാണ് BJP. ഒരു ഘട്ടത്തിലും സംഘടനയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ആ സംഘടനയ്ക്ക് വേണ്ടി തന്നെയാണ് സംസാരിച്ചിരുന്നത്. ഒറ്റപ്പെടുത്തലും വേട്ടയാടലും മാത്രമാണ് തിരിച്ചുണ്ടായത്. താൻ കോൺഗ്രസിലെത്തിയതിന് ഉത്തരവാദി കെ സുരേന്ദ്രനാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കേരളത്തിലെ CPM-ഉം മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന സഹകരണ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുത്തുവെന്നതാണ് താൻ ചെയ്ത കുറ്റം. കരുവന്നൂരും കൊടകരയും പരസ്പരം വെച്ചുമാറുന്നുവെന്നതിനെ എതിർത്തുവെന്നതും കുറ്റങ്ങളുടെ പട്ടികയിൽപ്പെടും. കേരളത്തിലെ CPIM-ഉമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ല എന്നതാണ് മറ്റൊരു കുറ്റം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എടുക്കാനാണ് തീരുമാനിച്ചതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലി ചെയ്തതിൻ്റെ ജാള്യത ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ പരിഹസിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ആശംസിച്ച സുരേന്ദ്രൻ സ്നേഹത്തിന്റെ കടയിൽ വലിയ വലിയ കസേരകൾ ലഭിക്കുമാറാകട്ടെ എന്നും പാലക്കാട്ട് പറഞ്ഞു. വാര്യരെ മുറുകെ പിടിക്കണമെന്നാണ് കെ സുധാകരനോട് പറയാനുള്ളതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ കെ സുധാകരനോടും VD സതീശനോടും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണെന്നും സന്ദീപ് വാര്യരുടെ കൈ ഉറപ്പിച്ച് പിടിക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ ഞാൻ സുധാകരനോടും സതീശനോടും സന്ദീപ് വാര്യരെ കൈ ഉറപ്പിച്ച് പിടിക്കണം. വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞ സുരേന്ദ്രൻ സന്ദീപ് വാര്യർക്കെതിരെ നടപടിയെടുത്തത് എന്തിനാണെന്ന കാര്യം അന്നും ഇന്നും പറയുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. പറയാതിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചേരുന്നതല്ല എന്നതുകൊണ്ടാണ്. സന്ദീപിന്റെ മാറ്റത്തോട് ഒരു തരത്തിലും പ്രതികരിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്നും പാലക്കാട്ട് BJP വിജയിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സന്ദീപിനെതിരെ നേരത്തെയും പാർട്ടി നടപടിയെടുത്തതാണ്. ആ നടപടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടൊന്നായിരുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആ നടപടിയുടെ കാരണങ്ങൾ അന്ന് പുറത്തു പറയാതിരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തേണ്ട, സാമാന്യമായി പാലിക്കേണ്ട മര്യാദയുടെ പേരിൽ മാത്രമാണ്. അതുകൊണ്ട് VD സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സന്ദീപ് വാര്യർ പറയുന്നത് അവിടെ എത്തിയിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനും സംഘത്തിനുമാണ്, താൻ അവിടെ എത്തിയിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, സന്ദീപ് വാര്യർ ഞാൻ എല്ലാ ആശംസകളും നേരുക. സ്നേഹത്തിന്റെ കടയിൽ സന്ദീപ് വാര്യർക്ക് വലിയ വലിയ കസേരകൾ ലഭിക്കുമാറാകട്ടെ എന്ന് കെ സുരേന്ദ്രൻ ആശംസിച്ചു. കോൺഗ്രസിന്റെ പരാജയത്തിന്റെ ആഴം കാണിക്കുന്നതാണ് ഈ നാടകം. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെയോ BJP-യെയോ ബാധിക്കില്ല. അപ്രസക്തമായ വിഷയമാണത്. ഇതെല്ലാം നേരത്തെ ഉണ്ടാക്കിയ തിരക്കഥയാണെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയിരിക്കുക. മുഹമ്മദ് ഖാൻ ദുക്കാനിൽ സന്ദീപിന് വലിയ കസേരകൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ സന്ദീപിന് കിട്ടട്ടെ. ഇതൊരു തിരക്കഥയാണ്, അപ്രസക്തമായിട്ടുള്ള ഒരു തിരക്കഥയാണ്. ഈ തെരഞ്ഞെടുപ്പിലോ കേരളത്തിൽ BJP-ക്ക് അകത്തോ ഇതൊരു ചലനം ഉണ്ടാക്കാൻ പോകുന്നു, ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾ എന്റെ വാക്കുകൾ ഉറപ്പിച്ചെഴുതിക്കൊള്ളു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം മണക്കുന്നു. UDF തകർന്ന് തരിപ്പണമാകും. BJP-ക്ക് അകത്ത് ഒരു ചലനവും, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ ഒരു ചലനവും ഈ കോൺഗ്രസ് പ്രവേശനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി എങ്കക്കാട് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ 48 മണിക്കൂറിനകം പ്രതികൾ പിടിയിൽ. എങ്കക്കാട് സ്വദേശി മുഹമ്മദ് ഹസൻ, തമിഴ്നാട് സ്വദേശി ശിവ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എങ്കക്കാട് സ്വദേശി കളത്തിൽപ്പറമ്പിൽ കുഞ്ഞാന്റെ അടച്ചിട്ടിരുന്ന വീട് കുത്തിത്തുറന്ന്
പ്രതികൾ കവർച്ച നടത്തിയത്. 15 പവൻ സ്വർണ്ണാഭരണമാണ് പ്രതികൾ കവർന്നത്. സംഭവത്തിൽ എങ്കക്കാട് സ്വദേശി മുഹമ്മദ് ഹസൻ, തമിഴ്നാട് സ്വദേശി ശിവ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരെ പോലീസ് പിടികൂടി. വടക്കാഞ്ചേരി CI റെജിൻ M. തോമസ്, SI അനുരാജ്, SCPO സജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് 48 മണിക്കൂറിനകം പ്രതികളെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങളോ മറ്റോ ഇല്ലാതിരുന്ന കേസിൽ പ്രാദേശികമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതപ്പുഴയിൽ ജലലഭ്യത കുറഞ്ഞ സാഹചര്യത്തിൽ ഷൊർണൂർ തടയണയുടെ ഷട്ടറുകൾ അടച്ചിടാൻ നടപടി വേണമെന്ന് വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പ്രതീക്ഷിച്ച തുലാവർഷം ലഭിക്കാതിരുന്നത് പുഴയിലെ നീരൊഴുക്കിനെ ബാധിച്ചിട്ടുണ്ട്. വൃശ്ചിക പുലരിയിൽ നിളയുടെ പല ഭാഗങ്ങളും മണൽ പരപ്പാണ്. തുലാവർഷം ചതിച്ചതോടെ വൃശ്ചികമെത്തുമ്പോൾ പുഴ നീർച്ചാൽ മാത്രമാണ്. മേഖലയിലെ കർഷകരും ജനങ്ങളും കടുത്ത ആശങ്കയിലാണെന്ന് വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. ഷൊർണൂർ ചെറുതുരുത്തി തടയണയുടെ ഷട്ടറുകൾ ഉടൻ അടച്ചിടാൻ നടപടിയുണ്ടാകണം. വിവിധ പഞ്ചായത്തുകളിലേക്ക് വെള്ളമെത്തുന്ന പ്രദേശത്ത് ജലസംഭരണം കാര്യക്ഷമമല്ല. ജലവിതരണ പദ്ധതികളെ വരൾച്ച ഗുരുതരമായി ബാധിക്കും. കർഷകരും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് മുഹമ്മദ് ഇക്ബാൽ ചൂണ്ടിക്കാട്ടി. തടയണയുടെ പഴയ ഷട്ടറുകളിൽ വലിയ ചോർച്ചയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ വീണ്ടും അടയ്ക്കുമ്പോൾ പുതിയ ഷട്ടറുകൾ ഇടാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. ഇത് വൈകുകയാണ്. ഇനിയും അലസത തുടർന്നാൽ വലിയ രീതിയിലുള്ള വരൾച്ചയെ നേരിടേണ്ടി വരുമെന്ന് മുഹമ്മദ് ഇക്ബാൽ മുന്നറിയിപ്പ് നൽകി. ചെറുതുരുത്തി ഭാരതപ്പുഴ തടയണ കഴിഞ്ഞ മാസം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തുകളും ഇടപെട്ട് എല്ലാ ഷട്ടറുകളിലും ഷട്ടറുകൾ ഇടേണ്ടതായിരുന്നു. കാരണം കഴിഞ്ഞ തുലാമാസത്തിൽ കിട്ടുന്ന മഴയാണ് വരുന്ന വേനൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും അത് ചെയ്യാതെ വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതപ്പുഴയിലെ മുഴുവൻ ഷട്ടറുകളും തുറന്നിട്ടിരിക്കുകയാണ്. ഇനി വരുന്ന വേനൽക്കാലത്ത് വലിയ രീതിയിലുള്ള കുടിവെള്ളക്ഷാമവും വരൾച്ചയും നാം അനുഭവിക്കാൻ പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മെഡിസപ്പിൽ അപാകതകൾ പരിഹരിക്കണമെന്നും പെൻഷൻ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോങ്ങാട് നിയോജക മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. മണ്ണൂരിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി C. ബാലൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ചില ഓഫീസുകൾ, പ്രത്യേകിച്ച് സഹകരണ ഓഫീസ്, പ്ലാനിംഗ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞ ഓഫീസുകളൊക്കെ തന്നെ അവിടെ പോസ്റ്റിംഗ് നടക്കുന്നത് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ് നടക്കുന്നത്. കാരണം അവിടെ 100% മെജോറിറ്റി ആളുകളെ വയ്ക്കുള്ളൂ. പ്ലാനിംഗ് ഓഫീസ് എന്ന് പറഞ്ഞാൽ അറിയല്ലോ, പ്ലാനിങ് നമ്മുടെ പദ്ധതികൾ സംവിധാനം നൽകുന്ന ഓഫീസ്. ഇവിടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ തന്നെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിന് അംഗീകാരം നൽകുന്ന ഓഫീസാണ്. അവിടെ എൻജിഒക്കാർ മാത്രമേ. MV വിജയകുമാരൻ അധ്യക്ഷത വഹിച്ചു. ശങ്കരൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം M. പോൾ മുഖ്യപ്രഭാഷണം നടത്തി. AK അശോക് കുമാർ, ഡോക്ടർ പ്രശാന്ത്, പൈലറ്റ് റമീസ് റഹ്മാൻ എന്നിവരെ മണ്ഡലം പ്രസിഡന്റ് PK അശ്വജിത്ത് ഉപഹാരം നൽകി ആദരിച്ചു. K. ശിവാനന്ദൻ സ്വാഗതവും PP ശിവരാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS അബ്ബാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ ഷാജു മാസ്റ്റർ, TS സലീം, PK മണിലാൽ, T. ഉണ്ണികൃഷ്ണൻ, TK മുഹമ്മദ് ബഷീർ, ഷാഹുൽ ഹമീദ്, ദാമോദരൻ, നരസിംഗ് മാസ്റ്റർ, PC രവികുമാർ, KS ഹുസൻ, M. ശിവപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ഉച്ചയ്ക്ക് ശേഷം വനിതാ സമ്മേളനം നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ ഉദ്ഘാടനം ചെയ്തു. സഫിയ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വിജയലക്ഷ്മി, ഗീത, പുഷ്പറാണി, ഉമ്മൂസലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അർഹതയ്ക്കുള്ള അംഗീകാരമായി കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിന് ഗ്രീൻ പ്രോട്ടോകോൾ ബഹുമതി. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് സൃഷ്ടിച്ച നേട്ടങ്ങൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെ ആഹ്ലാദത്തിലാണ് അധ്യാപകരും രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും. ജില്ലയിലെ മികച്ച ഗ്രീൻ പ്രോട്ടോകോൾ സ്കൂൾ എന്ന അംഗീകാരമാണ് കോട്ടായി സർക്കാർ സ്കൂളിനെ തേടിയെത്തിയിരിക്കുന്നത്. അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഗ്രീൻ പ്രോട്ടോകോൾ ബഹുമതിയെന്ന് കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു പറഞ്ഞു.
പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കി. അപ്പോൾ അതിൽ വേലികൾ ഞങ്ങൾ ജൈവ വേലിയാണ് ഉണ്ടാക്കിയത്. കറിവേപ്പില ഉപയോഗിച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ചെടി, ചെമ്പരത്തിയൊക്കെ ഉപയോഗിച്ചുള്ള ജൈവ വേലി ഉണ്ടാക്കി. പിന്നെ ഓരോ ക്ലാസ്സിൽ നിന്നും 2 കുട്ടികളെ വീതം ഹരിതസേന ഉണ്ടാക്കി. എന്നിട്ട് ആ ഹരിതസേനയിലെ കുട്ടികൾ ഒരു പേപ്പറോ പ്ലാസ്റ്റിക്കോ ഒക്കെ കണ്ടാൽ വേർതിരിച്ച് അത് വളരെ വൃത്തിയാക്കി സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു വേസ്റ്റും ഇല്ലാത്ത വിധം വളരെ നീറ്റാക്കിയിട്ടാണ് ഇപ്പോൾ ക്യാമ്പസ് സൂക്ഷിക്കുന്നത്. പിന്നെ ചുറ്റുപാടും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. വേസ്റ്റ് കൃത്യമായി വേസ്റ്റിന്റെ പിറ്റിലിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ പച്ചക്കറിത്തോട്ട നിർമ്മാണം, വാഴകൃഷി, ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തൽ, തോട്ടം സംരക്ഷിക്കുന്നതിന് കറിവേപ്പില ചെടികളും തണ്ടുകളും ഉപയോഗിച്ച് ജൈവവേലി നിർമ്മാണം, സ്കൂളും പരിസരവും പ്ലാസ്റ്റിക് മുക്തമാക്കൽ, വിദ്യാർത്ഥികളിൽ നിന്ന് ഹരിത കർമ്മസേനാംഗങ്ങളെ നിശ്ചയിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് വിദ്യാലയത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ എസ് ഗുരുവായൂരപ്പൻ പുരസ്കാരം സമ്മാനിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക BD ബിന്ദു, ഡെപ്യൂട്ടി HM കെ രേഖ എന്നിവർ ചേർന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മുൻ പാലക്കാട് ജില്ലാ സയൻസ് ക്ലബ്ബ് സെക്രട്ടറി ജോസ് ഡാനിയൽ വിശിഷ്ടാതിഥിയായിരുന്നു. മികച്ച ടീച്ചർ കോർഡിനേറ്ററായി തിരഞ്ഞെടുത്ത KA അജേഷിനും മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുമാർക്കുമുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. അധ്യാപകർക്ക് പുറമെ ദേശീയ ഹരിത സേനാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ദേശമംഗലത്ത് സഹോദരിയുടെ മരണവാർത്ത കേട്ട് തളർന്നു വീണ 15-കാരൻ്റെ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് രക്ഷിതാക്കളും ചികിത്സാ സഹായ സമിതിയും. തലശ്ശേരി ഉണിക്കുന്ന് കോളനിയിൽ വർഷങ്ങളായി താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ മുരളി, ആരായി ദമ്പതികളുടെ മൂത്തമകനായ വിനീതിന് അടിയന്തര ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 13 വയസ്സുള്ള വിനീത മരിച്ചത്. സഹോദരിയുടെ മരണവിവരമറിഞ്ഞ വിനീത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖമാണ് വിനീതിനെന്നും ഉടൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് രക്ഷിതാക്കളും പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചികിത്സാ സഹായ സമിതിയും സുമനസ്സുകളുടെ സഹായം തേടുന്നത്. തലശ്ശേരി ഉണിക്കുന്ന് കോളനിയിൽ നിരവധി വർഷങ്ങളായി താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ മുരളി, ആരായി ദമ്പതികളുടെ മൂത്ത മകനാണ് വിനീത്. മധുര മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിനീത് ഇപ്പോൾ. 3 ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് ആവശ്യമുണ്ട്. ഇതിനായി വാർഡ് മെമ്പർ KA ഇബ്രാഹിം ചെയർമാനും MP മധു കൺവീനറും CP രാജൻ ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. സുമനസ്സുകൾ കഴിയാവുന്ന സഹായം പഞ്ചാബ് നാഷണൽ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ 4267001000103334 എത്തിക്കണമെന്ന് ചികിത്സാ സഹായ സമിതി അഭ്യർത്ഥിച്ചു. മാതാവ് ആരായിയുടെ പേരിൽ ദേശമംഗലം ബ്രാഞ്ചിലാണ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുള്ളത്. IFSC PUNB 04267000. വാർഡ് മെമ്പർ ശ്രീ ഇബ്രാഹിമിനെ ചെയർമാനായിട്ടും മധു MP കൺവീനറായും ട്രഷറായിട്ട് രാജൻ CPയും വൈസ് ചെയർമാനായിട്ട് കൃഷ്ണൻ, ജോൺ കൺവീനറായിട്ട് ഉണ്ണിക്കുട്ടൻ, രക്ഷാധികാരികളായിട്ട് വാർഡ് മെമ്പർ ശ്രീ ലക്ഷ്മണൻ, ശ്രീജ, അസിക്ക തുടങ്ങിയ ഇവിടെ പങ്കെടുത്ത ഏകദേശം 70ഓളം വരുന്ന കമ്മിറ്റിക്ക് കീഴിലുണ്ടായി. അപ്പോൾ ഞങ്ങളെ കേൾക്കുന്ന നല്ലവരായ എല്ലാ സ്നേഹമതിയായിട്ടുള്ള നാട്ടുകാരും സുഹൃത്തുക്കളും ഇതൊരു അഭ്യർത്ഥനയെ കണ്ടുകൊണ്ട് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടി എത്രയും വേഗം തന്നെ ഈ കുട്ടിക്ക് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാവരും അത് അവനാൽ കഴിയുന്ന സംഖ്യ ഇതിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഏർപ്പെടണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൽപ്പാത്തി രഥോത്സവം കൊടിയിറങ്ങി. ഇന്നലെ വൈകിട്ട് നടന്ന ദേവരഥ സംഗമത്തിന് 10,000-ങ്ങളാണ് സാക്ഷ്യം വഹിച്ചത്. ശനിയാഴ്ച രാവിലെയായിരുന്നു കൊടിയിറക്കം. 1000-ങ്ങൾ സാക്ഷിയായ ദേവരഥ സംഗമത്തിനും അഗ്രഹാരങ്ങൾ ഭക്തിരസമണിഞ്ഞ രാവിനും ശേഷം ശനിയാഴ്ച രാവിലെയാണ് ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയിറങ്ങിയത്. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ
രാവിലെ 8:30 9 മണിക്കും ഇടയിലായിരുന്നു ധ്വജാവരോഹണം. ഇതോടനുബന്ധിച്ച് അലങ്കാര ദീപാരാധനയുമുണ്ടായി. പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ രാവിലെ 6-ന് രുദ്രാഭിഷേകം നടന്നു. 9:30 ആറാട്ട് ചടങ്ങുകൾക്ക് ശേഷം 10:30 ധ്വജാവരോഹണം. 12-ന് ദീപാരാധനയുമുണ്ടായി. പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ രാവിലെ 9-ന് തീർത്ഥവാരി ഉത്സവം നടന്നു. മഞ്ഞൾ നീരാട്ടിന് ശേഷം രാവിലെ 10 മണിക്കാണ് ഉത്സവം കൊടിയിറങ്ങിയത്. തുടർന്ന് അഭിഷേകം, ദീപാരാധന എന്നിവയുമുണ്ടായി. ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിൽ രാവിലെ പൂജകൾക്ക് ശേഷം 10:30-നും 11-നും മധ്യേയായിരുന്നു തീർത്ഥോത്സവം. ഇതോടനുബന്ധിച്ച് ധ്വജാവരോഹണ ചടങ്ങുകളും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. യജ്ഞത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. കിഴക്കേടം മാധവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നത്. മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് താലമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര യജ്ഞവേദിയിലേക്ക് നീങ്ങി. നവംബർ 17 വരെയാണ് യജ്ഞം. ക്ഷേത്ര സേവാസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ പ്രസാദഊട്ടും നടത്തിവരുന്നുണ്ട്. ഗോപന്മാരൊക്കെ ചെന്നപ്പോഴേക്ക് പാമ്പിന്റെ ശരീരമൊക്കെ ഉണങ്ങി കരിഞ്ഞിരിക്കുന്നു. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ചത്ത പാമ്പിനെ പോലെയായിരിക്കും. എന്നാലും അവര് വേറെ വിചാരിച്ചിട്ട് എന്തായാലും കൃഷ്ണൻ ചെയ്ത ഈ വീരകൃത്യത്തെ ഗോകുലത്തിൽ ചെന്ന് പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പാമ്പിന്റെ ശരീരം വലിയ കോലിലൊക്കെ കെട്ടി ഉയർത്തിപ്പിടിച്ച് ആർപ്പ് വിളിച്ച് കൃഷ്ണൻ ചെയ്ത ആ വീരകൃത്യത്തെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടാണ് വൃന്ദാവനത്തിലെത്തിയത്. വ്രജത്തിൽ വന്ന് എല്ലാവരോടും പറഞ്ഞത് കൃഷ്ണൻ ഇന്ന് കൊന്നു പാമ്പിനെ എന്ന് പറഞ്ഞ് അവിടെ മുമ്പിൽ കൊണ്ടിട്ടു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ബി.ജെ.പി. യുവനേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. നാടകീയമായി KPCC ഭാരവാഹികളുടെ വാർത്താ സമ്മേളന വേദിയിലെത്തിയ സന്ദീപ് വാര്യരെ കെ. സുധാകരൻ ഷോളണീച്ച് വരവേറ്റു. വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് പുറത്തുവന്നതിൽ സന്തോഷമുണ്ടെന്ന് സന്ദീപ് വാര്യർ. കോൺഗ്രസിന്റെ ആശയം ഇന്ത്യയുടെ ആശയം. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ പരിഹസിച്ച് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെയെന്നും സ്നേഹത്തിന്റെ കടയിൽ വലിയ വലിയ കസേരകൾ ലഭിക്കുമാറാകട്ടെ എന്നും ആക്ഷേപം. വടക്കാഞ്ചേരി എങ്കക്കാട് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ 48 മണിക്കൂറിനകം പ്രതികൾ പിടിയിൽ. പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 3 പേർ. CCTV ദൃശ്യങ്ങളോ മറ്റ് തെളിവുകളോ ഇല്ലാതിരുന്ന കേസിൽ പ്രതികൾ പിടിയിലായത് വടക്കാഞ്ചേരി പോലീസ് പ്രാദേശികമായി നടത്തിയ തന്ത്രപരമായ അന്വേഷണത്തിൽ. മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കണമെന്ന് പെൻഷനേഴ്സ് അസോസിയേഷൻ. പെൻഷൻ കമ്മീഷനെ ഉടൻ നിയമിക്കണം. KSSPയെ കോങ്ങാട് നിയോജക മണ്ഡലം സമ്മേളനം മണ്ണൂരിൽ. ഷൊർണൂർ മേഖലയിൽ ഭാരതപ്പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞു. വൃശ്ചികമെത്തിയപ്പോഴേക്കും പുഴ വറ്റി തുടങ്ങിയതോടെ വരും നാളുകളിൽ ജലവിതരണ പദ്ധതികളുടെ പ്രവർത്തനം അവതാളത്തിലാകുമെന്ന് ആശങ്ക. ഷൊർണൂർ ചെറുതുരുത്തി തടയണയുടെ ഷട്ടറുകൾ അടച്ചിടണമെന്ന് വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയിറങ്ങി. അഗ്രഹാര വീഥികളിൽ ദേവരഥ സംഗമത്തിന്റെ പുണ്യം നുകരാനെത്തിയത് 10,000-ങ്ങൾ. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലും മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലും ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിലും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും ആചാരപ്രകാരം ധ്വജാവരോഹണം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.